ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കിഴക്കമ്പലം മാർക്കറ്റിനോടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂമിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൂടാതെ കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് 2 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററുമാണ്. ഒരു വിൻറ്റേജ് ലുക്കൊക്കെ കൊടുത്ത് പ്രത്യേക ഭംഗിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ എലവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് 100% വാസ്തുവിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചനും ബെഡ്റൂമും എല്ലാം കൃത്യമായി വാസ്തു അളവിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 5 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്ലെയിൻ മതിലിൽ നീളമേറിയ ഒരു GI ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് ചുറ്റുമതിലിൽ കാണാനാവുന്നത്. മുഴുവനായി തന്നെ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. 2 SUV കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര വലിപ്പത്തിലാണ് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മുൻവശത്തായി ചെറിയൊരു വാക്ക് വേ പോലെ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇരുവശങ്ങളിലായി ചെടികൾ നൽകി ഫിനിഷ് ചെയ്യാനാണ് ബിൽഡർ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാർ പോർച്ചിലും വാക്ക് വേരിയെല്ലാം കോബിൾ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2-3 പേർക്കൊക്കെ സുഖമായിരിക്കാവുന്നത്ര വലിപ്പത്തിൽ ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. പ്രീമിയം ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ഡിസൈനിൽ തേക്കിൻ തടിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. യു ഷേപ്പിൽ വരുന്ന വലിയൊരു സോഫ സെറ്റി നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായി ഒരു പാർട്ടീഷൻ വർക്കും നമുക്കിവിടെ കാണാം. GI ട്യൂബിൽ വുഡൻ ഫിനിഷ് കൊടുത്താണ് ഇത് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ യാതൊരു തടസ്സവും കൂടാതെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിലാണ് ഈ വീടിന്റെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും മൾട്ടിവുഡിൽ തന്നെയാണ് TV യൂണിറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്തും കാണാം. കിച്ചണിലേക്കുള്ള എൻട്രൻസിനോട് ചേർന്നാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് യാതൊരുവിധ തടസ്സവും വരാത്ത രീതിയിൽ തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ക്രോക്കറി യൂണിറ്റും താഴ്ഭാഗത്തായി സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊറോക്കൺ ഡിസൈൻ ടൈൽസ് ആണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടായി യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന്റെ കിച്ചൺ ചെറുതാണോ എന്ന സംശയം ആർക്കും തോന്നാവുന്നതാണ്. അത് മറ്റൊന്നും തന്നെയല്ല, കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ പൂർത്തീകരിച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെയും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് നമുക്ക് ഈ വീടിന്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമേയായി ബിൽഡർ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ വരുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെയാണ് കബോർഡ് വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയയും പൂർത്തീകരിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയ്ക്ക് പുറത്തായി ഇവിടെ നമുക്കൊരു കിണറും കാണാം. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 4 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും എല്ലാം വരുന്നത്. വാർഡ്രോബിന്റെ എൻഡിലായി ബിൽഡർ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് മുഴുവനായി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. 1ാമത്തെ റൂമിൽ കണ്ടതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ റൂമിലും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ
ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്റ്റെയർവേ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഇവിടെയും ഒരു TV യൂണിറ്റൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സോഫ സെറ്റിയും നമുക്കിവിടെ ഇടാവുന്നതാണ്. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഇവിടെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. തുണികളും മറ്റും വിരിച്ചിടാനുള്ള ആവശ്യത്തിന് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിനെ സംബന്ധിച്ച് ഇവിടെ അഡീഷണൽ ആയി ഒരു ബേ വിൻഡോയൊക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെയും 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും ഏകദേശം ഒരേ സൈസിൽ നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും സെപ്പറേറ്റ് ആയി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ കട്ടിലും മറ്റും ഇടാനായിട്ട് യാതൊരുവിധ തടസ്സവും നമുക്ക് വരുന്നതല്ല. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. സിംബോള ബ്രാൻഡിന്റെ ടൈൽസാണ് ഈ വീട് മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും നൽകാതെ തന്നെയാണ് ബിൽഡർ ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 തട്ടുകളായി തിരിച്ചിരിക്കുന്ന വളരെ വലിപ്പത്തിലുള്ളൊരു ബാൽക്കണിയാണ് ഈ വീടിനുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ള ബാൽക്കണിയുള്ള വീട് തന്നെയാണിത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധം. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.